ഭാര്യമാര് വരുത്തുന്ന രണ്ട് വലിയ മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞുതരാം. നീ എന്താ നോക്കുന്നത്? കണ്ടോ, ഇതാണ് ഒരു മിസ്റ്റേക്ക്. ഓവൻ എന്ന് പറഞ്ഞു. ശരിക്കും അത് എന്താ പറയാ? ഓവൻ എന്നാണ് പല ആളുകളും പറയാറ്. ശരിക്കും അത് പറയേണ്ടത് എങ്ങനെയാണ്? ഓവൻ അല്ല, ഓ അല്ല, ആ അവൻ. അവൻ എന്നാണ് പറയേണ്ടത്. അവൻ. ഈ ഓവൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, കേട്ടാ മനസ്സിലാവുമെങ്കിലും ഓവന് ശരിക്കും തെറ്റാണ്. അവൻ. അവൻ എന്നാണ് പറയാം. ഓക്കെ. ഇനി രണ്ടാമത്തെ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ മിസ്റ്റേക്ക് ഒനിയൻ. കണ്ടോ, ഒനിയൻ. ഉള്ളിക്ക് നമ്മൾ ഒനിയൻ എന്ന് പറയും. അത് ഓ അല്ല, അതും ആ ആണ്. അനിയൻ. അനിയൻ എന്നാ പറയാ. അനിയൻ. ഒനിയൻ അല്ല, അനിയൻ. ഓക്കെ. അപ്പൊ ഈ രണ്ട് വലിയ മിസ്റ്റേക്സ്. അപ്പൊ ഇത് നിങ്ങളുടെ ഭാര്യമാര് വരുത്തുന്ന മിസ്റ്റേക്ക് ആണോ എന്നറിയാൻ ജസ്റ്റ് ഇത് ഭാര്യമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണോ? ഫണ്ണായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണോ? അതായത് നമ്മുടെ പലരുടെയും പ്രശ്നമാണ് ഇംഗ്ലീഷ് പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ പഠിക്കും? ആര് പഠിപ്പിക്കും? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പഠിക്കാൻ വയ്യ, വീട്ടിൽ ഇരുന്ന് പഠിക്കണം എന്നൊക്കെയാണ് പലരും ആഗ്രഹിക്കുന്നത്. നല്ലൊരു അവസരമാണ്. വളരെ ചെറിയ ഫീൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പരമ്പരാഗത രീതിയിലൊന്നുമല്ല നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും. നിരന്തരം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാണ്. ഓക്കെ. വളരെ ചെറിയ ഫീ. ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഫ്രീ ആകുന്ന ഒരു 40 മിനിറ്റ്, അങ്ങനെ 2 മാസം. ഓക്കെ. നല്ല റിസൾട്ടാണ്. ധൈര്യമായിട്ട് അഡ്മിഷൻ എടുത്തോ. മുകളിൽ ബയോ വാട്സാപ്പിൽ ഉണ്ട്, ക്ലിക്ക് ചെയ്യാം. പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നു. ലിമിറ്റഡ് സീറ്റ്സ് ആണ്. അപ്പൊ പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. താങ്ക് യു സോ മച്ച്.